നമസ്കാരമുണ്ട്. രുദ്രംബായിയാണ്. സ്വാമിയെ ശരണയ്യപ്പ. ശബരിമല അയ്യപ്പനെ കുറിച്ച് ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതാണ് കേരളം. കേരളത്തിലെ ആദ്യത്തെ നവോത്ഥാനകൻ, സെക്കുലറിസ്റ്റ് മനസ്ഥിതി ഉണ്ടായിരുന്ന ഒരു പോരാളി, ആദിവാസിയായ മലയരയനാണ്. ആ സമുദായത്തിൽപ്പെട്ടതാണ്. ഗോത്ര സംസ്കാരത്തിൻ്റെ വിഷയങ്ങളുമായിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. നമുക്ക് അയ്യപ്പനെയും രണ്ടയ്യപ്പന്മാരെ എടുക്കാനുണ്ട്. ഒന്ന് സഹോദരൻ അയ്യപ്പനെയും എടുക്കണം. കേരളം ചരിത്രപരമായി വായിക്കപ്പെടുമ്പോൾ സഹോദരനയ്യപ്പൻ്റെ വിഷയങ്ങൾ കേരളത്തിൽ വളരെ ഗംഭീരമായി നമ്മൾ സ്വീകരിക്കപ്പെടേണ്ടതാണ്. സഹോദരനയ്യപ്പൻ നവോത്ഥാന നായകന്മാരെ പോലെയല്ല. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്നുള്ളൊരു ഹ്യൂമനിസ്റ്റ് സ്വഭാവമാണ്. അവസാനം ഒന്നും പറയേണ്ട, നാരായണ ഗുരുവിൻ്റെ പാദസേവയും അദ്ദേഹത്തെ കുമ്പിടുകയും ദൈവവിശ്വാസിയാകുകയൊക്കെ ചെയ്ത് ഈ ഓണത്തെക്കുറിച്ച് നല്ല ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സഹോദരൻ അയ്യപ്പനെ. എൻ്റെ അടുത്ത് സഹോദരൻ അയ്യപ്പൻ്റെ ഒരു സ്കൂള് തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പിരിവിട്ട് ഉണ്ടാക്കി കൊടുത്തതാണ്. അതൊക്കെ ഇപ്പോൾ SNDP വിറ്റ് മുടിച്ച് കളഞ്ഞു. കുറേ കൊള്ളക്കാരാണല്ലോ ഇപ്പോൾ അതിനകത്തൊക്കെ കൂടിയിരിക്കുന്നത്. ജാതി വളർത്തുക, ഇല്ലാത്ത ജാതികളെയൊക്കെ കൂട്ടിയിണക്കുക എന്നൊക്കെയുള്ള വിഷയങ്ങളാണ്. ഭയങ്കര ഭീകരമായൊരു വിഷയം. ഞാനിപ്പോൾ ഒരു എപ്പിസോഡ് ഇപ്പോൾ രാവിലെ ഇട്ടുള്ള അടുത്തൊരു എപ്പിസോഡ് കൂടി ഇടുന്നത് മാനസിക സംഘർഷങ്ങൾ. ഈ ഓണത്തിൻ്റെ ആഘോഷിക്കേണ്ട സമയത്ത് മാനസിക സംഘർഷം പിരിമുറുകയാണ്. കാര്യം ഞാൻ 8ാം ക്ലാസ്സിൽ വെച്ച് തന്നെ തലതിരിഞ്ഞു പോയി, അല്ലെ ബോധോദയം ഉണ്ടായെന്ന് പറയാം. സ്കൂളിലെ പഠനമൊക്കെ മതിയാക്കിയിട്ട് നേരെ പോണ ലൈബ്രറികളില്ല. വായിച്ച ചിന്തകൾ കൊണ്ട് പറയുന്ന സമൂഹത്തിനെ പഠിക്കുമ്പോൾ ഇത്രത്തോളം ഭീകരമായൊരവസ്ഥ കേരളത്തിലേക്ക് പോകുന്നല്ലോ. വിഷലിപ്തമായ അവസ്ഥ ഭീകരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ വിഷയങ്ങൾ പറയുന്നത്. സ്കൂളിലാണെങ്കിൽ പഠിപ്പിക്കാൻ പറ്റത്തില്ല. ഈ ഓണം എന്ന് പറയുന്ന കർഷകരുടെ ഒരു സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടാണ്. അത്തം പത്ത് എന്ന് പറയുന്നത് നമ്മളതറിയാം, പുഷ്പങ്ങൾ അർപ്പിക്കുകയാണ്. ആരെയാണോ അർപ്പിക്കുന്നത്? ഈ പുഷ്പങ്ങളെല്ലാം സൂര്യനെ അർപ്പിക്കുകയാണ്. ഭൂമി ദേവിയെ സ്തുതിക്കുന്നൊരു കീർത്തനം ഉണ്ടെന്ന് ഞാൻ പാടുന്നില്ല. സൂര്യനെയും വന്ദിക്കുന്നുണ്ട്. സൂര്യനെ അർക്കനാരീശ്വരനെക്കുറിച്ച് കേരളീയർ, ഭാരതീയരൊന്നും പറയണ്ട, കേരളീയർ ഭയങ്കരമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. സൂര്യസങ്കല്പവും കേരളത്തിലുണ്ട്. നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെ ഒരു സൂര്യക്ഷേത്രം തന്നെയുണ്ട്. അപ്പോൾ അതിലേക്ക് കിടക്കേണ്ട, അത് പഞ്ചഭൂതത്തിൻ്റെ ശക്തിയും അതിൻ്റെ ആധ്യാത്മിക വിഷയവും അതിൻ്റെ സയൻറ്റിഫിക്കലായ ഒരുപാട് വിഷയമുണ്ട്. യുക്തിവാദവും മാർക്സിസവും ഒക്കെ പഠിച്ച് ഞാനിതെന്താണ് പറയണമെന്ന് പറഞ്ഞാൽ സന്യാസത്തിൽ പോയി കുറേ കാമ്പുള്ള സാധനം എടുത്തു വെച്ചിട്ടുണ്ട് ഉള്ളിൽ. അപ്പോൾ അത് പ്രയോഗിക്കപ്പെടേണ്ടതെന്ന് പറയുന്ന കപട സന്യാസത്തിൻ്റെയും പ്രത്യക്ഷ ദൈവത്തിൻ്റെ ഒന്നും രസഭൂമിയിൽ നിന്നല്ല. അല്ല, കുറച്ച് സൈദ്ധാന്തികവും പ്രായോഗികമായ ഒരു രാഷ്ട്രീയം കേരളത്തിന് അനിവാര്യമാണ്. അപ്പോൾ ആ രാഷ്ട്രീയം ഞാൻ ഉയർത്തുന്നുണ്ട്. ആ രാഷ്ട്രീയം HDP എന്ന് പറയുന്ന ഹിന്ദുസ്ഥാൻ ദ്രാവിഡ പാർട്ടിയിലൂടെയാണ് ഉയർത്തുന്നത്. ആ രാഷ്ട്രീയം ഇന്നില്ല നാളെ ഞാൻ ചിലപ്പം ഇല്ലാതായി തീരുമ്പോഴായിരിക്കും എൻ്റെ ആത്മാവ് നൽകിയ കുറേ എഴുത്തുകളും ചിന്തകളും ഒക്കെ ഉണ്ട്. അത് എഴുതി കൂട്ടി കുറേ ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട്. ഒരു 50ഓളം പുസ്തകങ്ങൾ, ചരിത്ര പുസ്തകങ്ങൾ തന്നെ എഴുതി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഉള്ളിൽ നിന്ന് സംസാരിക്കപ്പെടുകയാണ് വീണ്ടും വീണ്ടും വിഷയങ്ങൾ. സ്കൂളിൽ ഇപ്പോൾ വിലക്കാണ്. മുസ്ലിം സ്കൂളുകളും ക്രിസ്ത്യൻ സ്കൂളുകളും കൊണ്ട് എല്ലായിടത്തും കുരിശുമല പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുക കേരളം മൊത്തം. ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണം പോലും നമുക്കിപ്പം എന്താ മതം കൊണ്ടാണ്. തുപ്പിയും മതത്തിൻ്റെ വിശ്വാസങ്ങളും അങ്ങനെ അവശിഷ്ടങ്ങളാണ്. LLB MBBSും പ്രൊഫസർമാരെന്നൊക്കെ പറയണം. രാവിലെ തന്നെ എടുത്തിട്ട് കൊതം കൊണ്ട് തിന്നുന്ന മതത്തിൻ്റെ സാധനം എടുത്തു വെച്ചിട്ട് ഉദ്ധരണികൾ വായിക്കപ്പെടുന്നതും അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ ഒരു നാണമില്ലാതെ LLB പഠിച്ചവനും MBBS പഠിച്ചവനും മതത്തിൻ്റെ സാധനം വെച്ച് തിന്നുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് കഷ്ടം തോന്നും. ഞാനൊന്നും എൻ്റെ LLB ഇപ്പോൾ ഈ വയസ്സാം കാലത്ത് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ വിദ്യാധനം സർവ്വതിലിപ്പുറം, വിദ്യയാണ് വലുത്. അതുകൊണ്ട് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് നമ്മൾ പറയും. കാര്യം ഈ സ്കൂളിൽ ഇപ്പോൾ ഓണാഘോഷം നടത്താൻ പറ്റുന്നില്ല. എന്താണ് പ്രശ്നം? ഓണം ഹിന്ദുക്കളുടേതാണ്. അപ്പോൾ ഈ ഹിന്ദുക്കളെന്ന് പറയുന്ന ഈ പറയണ അവള്, ആ ടീച്ചറെന്ന് പറഞ്ഞ അവൾ, ആ അപരാധി ഏത് കോണാത്തിൽ നിന്നാണ് വന്നത്? ഈ പുഴുകളായ ഈ ചാണാത്തിൽ നിന്നും മെഴുകിയ തിണ്ണയും ടെറക്കോട്ടകളുള്ള ജീവിതത്തിൽ നിന്ന് കോണാമ്പൂലും എടുക്കാതെ ജീവിതത്തിന് സംഭവങ്ങളൊക്കെ ഇല്ലാത്ത സ്വതന്ത്രമായൊരു ജീവിതം നയിച്ചപ്പം വല്ലയിടത്തുനിന്നും വന്നും മണ്ടും കണ്ടിച്ച് ഇവിടെ കുറേ മതത്തിൻ്റെ സാമാനങ്ങളും ഉണ്ടാക്കി കുറേ കുരിശുമലകളും നട്ടു ഇവിടെ ഭീകരമായ മതവും ജാതിയും ഉണ്ടാക്കുക എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ ഭരിച്ചിട്ട് കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ അയ്യപ്പനെ എടുത്തിരിക്കുകയാണ്. മനസ്സിലാക്കുക? കമ്മ്യൂണിസ്റ്റുകാർ ജാതി മതവും ഉപേക്ഷിക്കേണ്ട, മാർക്സിസം പഠിച്ചിട്ടുണ്ട് ഇവനൊക്കെ ആരൊക്കെ.
ആരാ പഠിച്ചിട്ടുള്ള? എൻ്റെ നാട്ടിൽ കുറച്ച് മാർക്സിസ്റ്റ് തമ്പുരാക്കന്മാരുണ്ട്. ഒന്നും അറിയത്തില്ല. ഹിന്ദി വീട്ടിലെല്ലാം ജാതികളാണ്. സ്വന്തം ജാതിനെ കല്യാണം കഴിച്ചിട്ട് അതിൻ്റെ ആഘോഷങ്ങളാണ്. ഹിന്ദു മതത്തിലാണെങ്കിൽ CPM-ൻ്റെ ആൾക്കാരുണ്ടെങ്കിൽ ആ ജാതി ഈഴവനായാലും പുലിയനായാലും പറയനായാലും നായരായാലും നമ്പൂരിയായാലും കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഉള്ളിലെല്ലാം ജാതിയും മതവും വെച്ചിട്ടാണ് ആഘോഷിക്കുന്നത്. ഇപ്പോൾ ഓണം വീട്ടിൽ ഭയങ്കരമായിട്ട് ആഘോഷിച്ചിട്ട് അകത്ത് ഈ ചെരുപ്പ് ഊരിയിടും. മതേതരത്തിൻ്റെയും സെക്കുലറിസം കമ്മ്യൂണിസത്തിൻ്റെയും ചെരുപ്പ് ഊരിയിട്ട് അകത്ത് കയറിയിട്ട് മതത്തെ കെട്ടിപ്പിടിച്ചും കൊതത്തെ പിടിച്ചിട്ട് ഓണാഘോഷിക്കുന്നവന്മാരാണ് നമ്മുടെ നാട്ടിലുള്ള. അപ്പോൾ ഇത്തരം സങ്കുചിതമായ ചിന്തകൾ കേരളത്തിൽ തമസ്കരിപ്പിക്കപ്പെടണം. സ്കൂളിലെ ടീച്ചർമാരെ ജനകീയ വിചാരണ ചെയ്യണം. ഏത് സ്കൂളാണ്? എനിക്കതിനുള്ള സമ്പത്തും എനിക്കുള്ള രാഷ്ട്രീയ മൂവ്മെൻറ്റും ആയിട്ടില്ല. എങ്കിൽ ഞാൻ ഇതൊക്കെ നിരോധിക്കപ്പെടും. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് വളർന്നവനാണ്. അതുകൊണ്ട് തന്നെ മാർക്സിസം എന്താണെന്നും ലെനിസം എന്താണെന്നും മാവോയിസം എന്താണെന്നും ഇതെല്ലാം ഒന്നിച്ചു വന്നൊരു കണ്ടൻ്റുണ്ട് ലോകത്ത്. ഹ്യൂമനിസത്തിൻ്റെ മാനവികതയ്ക്ക് വേണ്ടി ഇതെല്ലാം ഉണ്ട്. ആ കൂട്ടത്തിലാണ് ഞാൻ നാരായണ ഗുരുസ്വാമികളെയും അയ്യങ്കാളിയെയും തപസ്വി ഓമനസ്വാമിയെയും വൈകുണ്ഠസ്വാമികളെയും എല്ലാ കുമാരഗുരുദേവനെ എല്ലാവരും കാണുന്നതാണ്. അപ്പോൾ അവരെല്ലാം പോരാടി ഉണ്ടായി കേരള ഈ ഓണാഘോഷത്തിൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ പറഞ്ഞു കൊടുക്കുകയാണ് ഓണം ആഘോഷിക്കപ്പെടുന്നു. ഒരു അപരാധി ടീച്ചർ പറയാം, അവളെയൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാൻ സ്കൂള് തീയിട്ട് കത്തിക്കണം. പഞ്ചമീനെ അയ്യങ്കാളി സ്കൂളിൽ കൊണ്ടുചെന്നപ്പം തീയിട്ട് കത്തിച്ച് കൊടുത്ത സവർണരുണ്ടല്ലോ, ആ സവർണർ ക്രിസ്ത്യാനികൾ മാത്രം, ക്രിസ്ത്യാനികളിലുമുണ്ട് സവർണർ, മുസ്ലിങ്ങളും സവർണരിലുണ്ട്. ഇവരെല്ലാം മാമോദിസ നോക്കിയിട്ട് സവർണരെ അടിമയാക്കിയിട്ട് ദളിത് ക്രിസ്ത്യാനി ക്രിസ്തു മതത്തിലുണ്ട്. തെമ്മാടിക്കുഴിയാണ് ദളിത് ക്രിസ്ത്യാനിക്കുള്ളത്. അപ്പോൾ ക്രിസ്തു മതമായാലും ഇസ്ലാം മതമായാലും ഏതൊക്കെ കൊതം കൊണ്ട് ഇവിടെ വന്നാലും അവനെയൊക്കെ ഇവിടെ തിരസ്കരിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ അയ്യപ്പനെ വിളിക്കുകയാണ്. അയ്യപ്പ സംഗമം നടത്തിയ എന്ത് അപരാധിത്തരമാണ് ഇവനൊക്കെ കാണിക്കണമെന്ന് ഓർക്കണം. അയ്യപ്പ സംഘവും മതവും ജാതിയും ദൈവവും വേണ്ടെന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ അയ്യപ്പനെ കൂട്ടി പിടിച്ച ഒരു ഹൈന്ദവ രക്ഷക്കാരും BJP സംഘപരിവാര രാഷ്ട്രീയം ശക്തമായി. SNDP BJPക്കുള്ളിലായി. KPMSൽ കുറേ പേര് ഇപ്പോൾ അതിൻ്റെ ഉള്ളിലായി. പിന്നെ കുറേ പിന്നെ പറയരും കുറവരൊക്കെ, അതായത് ഡോക്ടർ ശ്യാംകുമാറിൻ്റെ വർഗ്ഗം. അപ്പോൾ അങ്ങനെയുള്ള കുറേ വർഗ്ഗങ്ങൾ മാത്രം ഇപ്പോൾ അംബേദ്കറിസ്റ്റുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. KPMSനെ പോലുള്ളവർ ഈ പുലയർ സംഘടിപ്പിച്ചുകൊണ്ട് അയ്യങ്കാളിയെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അംബേദ്കറിസ്റ്റുകൾ വേറെ, അയ്യങ്കാളിസ്റ്റുകൾ വേറെ, അങ്ങനെ മതവർഗീയവാദികൾ. ഏറ്റവും ഭീകരമാണ് ഈ ജാതി മതം എന്ന് മനുഷ്യന് മനസ്സിലാക്കാനുള്ളൊരു അറിവ് കൊടുക്കാൻ ഗ്രന്ഥശാലയിൽ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ത്രിവേണി ഗ്രന്ഥശാല എൻ്റെ ഒരു പുസ്തകം 50-നടുത്ത് എഴുതിയതാണ്. എൻ്റെ അവിടുത്തെ കൗൺസിലർ പോലും ഞാൻ ഈ പുസ്തകമായിട്ട് വന്നിട്ട് വെളിയിൽ നിൽക്കാനാണ് പറഞ്ഞു, അകത്തോട്ട് കയറാൻ ചാൻസ് ഇല്ലെന്ന്, അജണ്ടയിലില്ലെന്ന്. എന്നിട്ട് ഞാൻ പാവം ആ കസേരയിൽ പോയി കുത്തിയിരിക്കുക. MLA ഒക്കെ നമ്മൾ വിളിച്ചുകൊണ്ട് പോയി എൻ്റെ പരിപാടിക്ക് കൊണ്ടുവന്ന് MLA വരെ ഇരിപ്പുണ്ട് അവിടെ. അവിടുത്തെ ചെറിയ എന്ന് പറയുന്ന മന്ത്രി വന്നപ്പോൾ അയാൾ സജി ചെറിയാനൊക്കെ എനിക്ക് പെൻഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഓടി നടന്നിട്ടുള്ള അതൊക്കെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാർ അയ്യപ്പനെ വിളിക്കുകയാണ് ഇപ്പം. ശബരിമല ശാസ്താവിനെ, ഈ മലയരേന് അവന് കഞ്ഞി കുടിക്കാൻ ശബരിമലയിൽ താമസിക്കുന്ന അവിടെ ആര്യന്മാർ കയറിയിട്ട് നമ്പൂതിരികളായി വന്നിട്ട് അവിടെ പൂജ നടത്തിയ അവിടെ നമ്മമാർ ഓടിച്ചു വിടുന്നുണ്ടോ? ഇല്ലല്ല. 57 വരെ അവിടെ ആദിവാസികൾ കരിമലയൊക്കെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഓരോ ദൈവങ്ങളുടെ 18 മലകൾക്ക് ഓരോ ശാസ്ത്രങ്ങളുണ്ട്. അതെല്ലാം ആര്യവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. അത് ഹൈന്ദവമായ ഒരു മുന്നേറ്റമായിട്ട് കേരളീയർ കൊണ്ടുപോകണം. ഓക്കെ, സംഭവിച്ച് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെതാണ്, അത് മതമല്ല, ഹിന്ദു ഒരു മതമല്ല. അങ്ങനെ കൊണ്ടുപോകുന്നതിൽ തെറ്റില്ല. ഞാനും ആ വിശ്വാസിയാണ്, അങ്ങനത്തെ വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ ഉറക്കുന്നത്. അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗം. ഒരുപാട് മൂല്യങ്ങൾ നമുക്ക് തന്നൊരു സംസ്കാരം, അതിനെ നശിപ്പിക്കാൻ പാടില്ല. കാര്യം നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? കാമശാസ്ത്രം, വാസ്തുശാസ്ത്രം, യോഗാശാസ്ത്രം, ആയോധന കലകൾ, ആരോഗ്യശാസ്ത്രം, ലോകത്തെ എല്ലാ വിജ്ഞാനം ഉണ്ടാക്കിയ ഭാരതമാണ്. അത് ഹിന്ദു എന്ന് വിളിക്കുന്നത് തെറ്റൊന്നുമില്ല. ഹിന്ദു സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന് ഇവിടുത്തെ മുസ്ലിമും ക്രിസ്ത്യാനി ആകപ്പെട്ടവൻ തീരുമാനിക്കണം. അവൻ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ ഇവിടുത്തെ ദേശീയ മതമല്ലാത്ത സംസ്കാരത്തിൻ്റെ മക്കളാണെന്നും ആ മക്കൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടെന്നും അവരെല്ലാം മതം ഉപേക്ഷിക്കണമെന്നും പറഞ്ഞ് നമ്മൾ തീർപ്പ് കൽപ്പിച്ച് ഈ ഭരണഘടനയിൽ ഭരണഘടന പുതുക്കിപ്പണിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ജാതിപരമായി ബഹുഭൂരിപക്ഷം ജാതി ഉള്ളത് കൊണ്ട് അംബേദ്കറിൻ്റെ വിഷയങ്ങൾ ഭരണഘടനയിൽ 1975 സെക്കുലറിസം കയറ്റി വെച്ചത്, ഒരുപാട് സാധനം കയറ്റി വെച്ചിട്ടുണ്ട്. അംബേദ്കർ എഴുതിയ മാത്രമൊന്നുമല്ല അതിനകത്ത് ഭരണഘടനയൊക്കെ സവർണരുണ്ടാക്കിയതാണ്. അംബേദ്കർ എഴുതിയത് അംബേദ്കർ കൊണ്ട് ഒരു കൂലി തൊഴിലാളിയായിട്ട് അദ്ദേഹത്തെ വെച്ച് ഉപയോഗിച്ചതാണ്. അതിനുള്ള ദീർഘബുദ്ധി പിന്നീടാണ് അതെല്ലാം നഷ്ടപ്പെട്ട് സവർണരാണ് ഈ കളി മൊത്തം കളിക്കണതെന്ന് പറഞ്ഞപ്പോൾ അംബേദ്കർ പിന്നെ ചാടി
രക്ഷയില്ല വന്നിട്ട് പറയന്മാരുമായിട്ട് കൊണ്ടുപോയി പുള്ളിയുടെ ജാതി സംഘടനയും അതിലുള്ള രാഷ്ട്രീയം ഉണ്ടായപ്പോൾ അമ്പേ പരാജയമാണ്. ഇത് ഇവിടെ കേരളത്തിൽ ഈ ദളിതർ എത്ര 12% ദളിതരൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ കേരളത്തിൽ ഒരു പരിപാടിയും ചെയ്യരുത്. ഇത് ജാതി നശിപ്പിക്കുക. ദളിതർ ചെയ്യേണ്ടത് ജാതിരഹിത സാമൂഹ്യ വിപ്ലവം നടത്തിയ 30 വർഷം കേരളത്തിൽ സാധുജന പരിപാലന സംഘം 1903 തൊട്ട് 30 വർഷം കർഷക സമരം നടത്തി പഞ്ചമിക്ക് സ്കൂളിൽ കൊണ്ടുപോയ സമര പാരമ്പര്യമുണ്ട്. സൈദ്ധാന്തികവും പ്രായോഗികമായ അംബേദ്കറിൻ്റെ മുകളിലാണ് മഹാത്മാ സാധുജൻ വീരൻ അയ്യങ്കാളി. അപ്പോൾ ആ സാമൂഹ്യ പരിഷ്കർത്താക്കളെ നമ്മൾ നമിക്കണം. അവർക്ക് വേണ്ടി ഗംഭീരമായ യൂണിവേഴ്സിറ്റികളുണ്ടാകണം, സ്കൂളുകളുണ്ടാകണം, ഗ്രന്ഥശാലകളുണ്ടാകണം. അക്കാഡമിയിൽ പഠനം ഒന്നും വേണമെന്നില്ല. ശുഭാനന്ദ ഗുരുദേവൻ സ്കൂൾ കണ്ടിട്ടില്ല. ആത്മാവിലീ ഭൂമി ബന്ധമില്ല, സ്വന്തം ദേഹവുമായൊരു ബന്ധമില്ല. ആത്മാക്കൾ തമ്മിലെ ബന്ധമുള്ള സ്വന്തം ദേഹവുമായൊരു ആത്മബന്ധമെന്ന് പറഞ്ഞ് ശുഭാനന്ദ ഗുരുദേവൻ്റെ നാടാണ്. പറയ സമുദായത്തിൽപ്പെട്ടതാണ്. അപ്പോൾ പറയനായാലും പുലയനായാലും കുറവനായാലും ഏതാടുന്ന ജാതിയായാലും അവനും ഈ സംസ്കാരത്തിൻ്റെ ഈ ഭാരതീയ സിന്ധു നദീതട ദ്രാവിഡ സംസ്കാരം ഉണ്ടാക്കിയ ആദി ഹിന്ദുക്കളാണ്. അവൻ്റെ സംസ്കാരത്തിൽ ഏതെല്ലാം വൈദേശികമായ പ്രത്യശാസ്ത്രങ്ങൾ വന്നാൽ അതിനെയൊക്കെ തമസ്കരിക്കാനുള്ള മുന്നേറ്റത്തിൽ രുദ്രംബായി ഉണ്ടാകും.